ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി നമ്മൾ വറുത്ത അരിപ്പൊടി എടുക്കുക, പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെയുള്ള അരിപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് വളരെ പെട്ടെന്നായി കിട്ടും. ഇത് കുറുക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ എത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. അടുത്തായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ കുറുക്കിന് ഉപയോഗിച്ച അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. അത് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നേരത്തെ നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെ മിക്സാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ജാറിൻ്റെ അടിഭാഗത്തൊന്നും ഇങ്ങനെ മാവ് കട്ട പിടിക്കാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കട്ടയായിട്ട് ഓരോ സൈഡിൽ അങ്ങനെ ഇരിക്കും. അതൊന്നും നമുക്ക് അരഞ്ഞു കിട്ടൂല. ഇതിലിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇങ്ങനെ കപ്പിനല്ലാതെ ഗ്ലാസ്സിനാണ് ചെയ്തെടുക്കണമെങ്കിൽ 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. കൂടുതലായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഒരു മാവ് പൊങ്ങി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കണം. ഏകദേശം ഒരു 4-5 മണിക്കൂർ തന്നെ അടച്ചു വെക്കണം. നല്ല കൂടുതൽ ചൂടുള്ള ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അല്ല കുറച്ച് കൂടുതൽ തണുപ്പുള്ള ഭാഗമാണെങ്കിൽ ഒരു 6-7 മണിക്കൂറൊക്കെ ആവും ഇത് പൊങ്ങി കിട്ടാൻ. അപ്പോൾ ഇതാ എനിക്ക് 4 മണിക്കൂറായപ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്, സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാവിന് ഒട്ടും പുളിയില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ലൊരു മയം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഇളക്കിയപ്പോൾ നമുക്ക് കറക്റ്റ് പാലപ്പം ചുടേണ്ട ആ ഒരു രീതിയിൽ നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതാ 15 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അപ്പോൾ സാധാരണ പാലപ്പം ചുടുന്നത് ഈ രീതിയിലുള്ള ചട്ടിയിലായിരിക്കും. അപ്പോൾ നല്ലപോലെ ചൂടാക്കി എടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഓരോ
ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പോൾ ഉരുണ്ട് പോകും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് സാധാരണ പാലപ്പം ചുണ്ട പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യണമെന്ന് നമുക്ക് ഇതിന് ഹോൾസ് ഒന്നും വരില്ല. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് അപ്പത്തിന് നല്ല ഹോൾസൊക്കെ വരുള്ളൂ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതവിടെ ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്കിനി ചട്ടിയിലെടുക്കാം. അടിപൊളിയായിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. സാധാരണ അരി അരച്ചിട്ട് ചുടുന്ന പാലപ്പത്തിൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്കിത് കിട്ടുന്നത്. പിന്നെ ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ. അപ്പോൾ കുറച്ചും കൂടി നേരം വെച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ്. ഇനി നമ്മളിത് കട്ടിയിൽ അപ്പം ചുടുന്ന പോലെ വേണമെങ്കിലും ഈ ഒരു മാവ് കൊണ്ട് ചുട്ടെടുക്കാം. അതും കൂടി നിങ്ങളെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയിൽ നമുക്കിത് ചുട്ടെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ കണ്ടോ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റായിട്ട് അപ്പത്തിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 രീതിയിലും ഇത് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന മാവാണ്. അപ്പം നമ്മുടെ പാലപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ്. തേങ്ങയും ചോറും ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.